നമ്മുടെ സ്പെഷ്യൽ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി. അതിനാദ്യമായി മസാല തയ്യാറാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ചേർത്ത് ചിക്കനിലേക്ക് യോജിപ്പിക്കുക. മസാല അരച്ചെടുക്കും. ഒരു ജാർ എടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, പുതിനയില, മല്ലിയില നന്നായി അരച്ചെടുക്കും. പാൻ ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുരുമുളക്, പട്ട, ഗ്രാമ്പു, കിസ്മിസ് ചേർത്ത് കൊടുക്കും. ഒരു ചെറിയ സവാളയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും. നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം. പച്ചമണം മാറി വരുമ്പോഴേക്കും തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. റൈസിനാവശ്യമായ വെള്ളം തിളപ്പിച്ചെടുക്കാം. ചെറുതായി വെന്ത ചിക്കനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പകുതി നാരങ്ങ നീരും ഉപ്പും ചേർത്ത് ചെറിയ തിള വരുന്നത് വരെയും തിളപ്പിച്ചെടുക്കാം. തിള വന്നതിനു ശേഷം അരി ചേർത്ത് കൊടുക്കാം. ചെറുതായി ഇളക്കി 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഞാനിവിടെ പച്ച ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തിയുടെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് കഴിക്കാം.